നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. 5 പ്രതികളുടെ ജാമ്യാപേക്ഷ നാളെ ഒന്നിച്ച് പരിഗണിക്കും. അതേസമയം അറസ്റ്റ് തടയണമെന്ന ആവശ്യവും കോടതി തള്ളി. വിവരങ്ങളുമായി ആന്റണി ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുകയാണ്. 5 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് നാളെ ഒന്നിച്ച് പരിഗണിക്കുക. വിവരങ്ങൾ എങ്ങനെയാണ്? നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിലാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത്. നാളെയാണിത് പരിഗണിക്കുക. 5 പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് നാളത്തേക്ക് പരിഗണിക്കാൻ മാറ്റിയിട്ടുള്ളത്. എന്തായാലും അറസ്റ്റ് തടയണമെന്ന ആവശ്യമൊക്കെ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. എന്തായാലും നാളെയായിരിക്കും ഈ ഒരു 5 പ്രതികളുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി ആന്റണി ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, 5 പ്രതികളുടെ ജാമ്യാപേക്ഷ നാളെ ഒന്നിച്ച് പരിഗണിക്കാനാണ് മാറ്റിയിട്ടുള്ളത്. അറസ്റ്റ് തടയണമെന്നൊരാവശ്യവും കോടതി തള്ളിയിട്ടുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇന്നിപ്പോൾ 3 മുതൽ 5 വരെയുള്ള പ്രതികളുടെ കൂടി മുൻകൂർ ജാമ്യാപേക്ഷയാണ് വന്നത്. നേരത്തെ 1-2 പ്രതികൾ സന്ദീപും അതുപോലെ തന്നെ മറ്റൊരു 2 പേർ നേരത്തെ തന്നെ 2 പേർ നേരത്തെ തന്നെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടത് ഈ 5 പേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഒരുമിച്ച് പരിഗണിക്കണം എന്നുള്ളതാണ്. ആ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. നാളെ ഇക്കാര്യത്തിൽ വിശദമായ വാദം കോടതി കേൾക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതേസമയം ഈ പ്രതിഭാഗം ആവശ്യപ്പെട്ട ഒരു കാര്യം, അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷകളിൽ തീരുമാനമുണ്ടാകുന്നത് വരെ ഇവരുടെ അറസ്റ്റ് തടയണം എന്നൊരാവശ്യം പ്രതിഭാഗം ഉന്നയിച്ചു. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല. അതായത് അത്തരത്തിൽ ഈ ജില്ലാ കോടതിക്ക് അറസ്റ്റ് തടയാനുള്ള അധികാരമില്ല എന്നുള്ളതാണ് അവിടെ ജഡ്ജിയായിട്ടുള്ള ഹണിയം വർഗീസ് പറഞ്ഞത്. സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ മാത്രമാണ് അത്തരത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ അറസ്റ്റ് തടയാനുള്ള അനുമതിയുള്ളത്. അത് ജില്ലാ കോടതികൾക്കോ മറ്റും അത്തരത്തിലൊരു അധികാരമില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് തടയാൻ കോടതി വിസമ്മതിച്ചത്. ഏതായാലും നാളെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രതികൾ ഒളിവിലല്ല എന്നുള്ളൊരു കാര്യവും കൂടി കോടതിയെ അറിയിച്ചു എന്നുള്ളതാണ്. നിലവിൽ ഈ പ്രതികൾ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ 5 പേരും ഈ മനഃപൂർവ്വമുള്ള നരഹത്യാ ശ്രമത്തിന് കേസെടുത്തതിന് പിന്നാലെ ഈ പ്രതികൾ 5 പേരും ഒളിവിൽ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ ഒളിവിലല്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ പ്രതിഭാഗം കോടതിയെ അറിയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു കോടതിയിൽ നടന്ന കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഈ കേസിനെ സംബന്ധിച്ച് ഈ കോടതിയിൽ നിന്നുള്ള തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ജാമ്യമില്ലാ വകുപ്പാണ് ഈ പ്രതികൾക്കെതിരെ കോടതിയിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പ്രത്യേക സംഘം പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ അറസ്റ്റ് തടയണമെന്നൊരാവശ്യം പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. ഏതായാലും അത് കോടതി തള്ളിയ ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഇനിയിപ്പോൾ നാളെ കോടതി വിശദമായി തന്നെ ഈ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും. നേരത്തെ 2 പ്രതികൾ ജാമ്യാപേക്ഷ നൽകിയിരുന്നു, സന്ദീപും അനിൽകുമാറും. അന്ന് പക്ഷേ ഈ കുറ്റം ഇവർക്കെതിരെ കൃത്യമായി ചുമത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് കോടതി അത് തീർപ്പാക്കി വിടുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് SIT അനിൽകുമാർ, സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു എന്നീ 5 പ്രതികൾക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയത്. അതിന് പിന്നാലെയാണ് ഈ 5 പ്രതികളും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഏതായാലും ആ ജാമ്യാപേക്ഷയിൽ നാളെ വിശദമായ വാദം കോടതി കേൾക്കും. ശരി, വ്യക്തമാണ്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. 5 പ്രതികളുടെ ജാമ്യാപേക്ഷ നാളെ ഒന്നിച്ചാണ് പരിഗണിക്കുന്നത്. എന്നാൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യമൊക്കെ കോടതി തള്ളിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജ് ആണ്.